7 Triangles Part 3 Some properties of a triangle. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കോൺഗ്രൻസ് ട്രയാങ്കിളിൻ്റെ ഓരോ ക്രൈറ്റീരിയകളെ കുറിച്ചായിരുന്നു. എസ് ക്രൈറ്റീരിയയെ കുറിച്ചും മറ്റെല്ലാ കോൺഗ്രൻസ് ട്രയാങ്കിളിൻ്റെ ഏതാനും ചില ക്രൈറ്റീരിയകൾ നമ്മൾ പറഞ്ഞു. ഇനി ട്രയാങ്കിളിൻ്റെ മറ്റു ചില പ്രോപ്പർട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. In the above section, you have studied two criteria for congruence triangle. Let us now apply these results to study some properties related to a triangle whose two sides are equal. നമ്മൾ മുമ്പ് പഠിച്ച രണ്ട് ക്രൈറ്റീരിയകൾ വെച്ച് നമുക്ക് ഇനി രണ്ട് സൈഡും ഈക്വലായ ട്രയാങ്കിളിൻ്റെ ചില പ്രോപ്പർട്ടികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. Construct a triangle in which two sides are equal. Say each equal to 3.5 cm and third side equal to 5 cm. ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 3.5 cm രണ്ട് സൈഡും ഈക്വൽ ആയ 3.5 cm. ഇപ്പോൾ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡും 3.5 cm എടുക്കുക. മൂന്നാമത്തെ സൈഡ് 5 cm എടുത്ത് ഒരു ട്രയാങ്കിൾ എല്ലാവരും വരയ്ക്കുക. ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു രൂപം വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ട്രയാങ്കിൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ട്രയാങ്കിൾ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എ ട്രയാങ്കിൾ ഇൻ വിച്ച് ടു സൈഡ്സ് ആർ ഈക്വൽ കോൾഡ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്നായിരിക്കും വിളിക്കുക എന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എ ട്രയാങ്കിൾ ഇൻ വിച്ച് ടു സൈഡ്സ് ആർ ഈക്വൽ ഈസ് കോൾഡ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ എ ബി സി ഓഫ് ഫിഗർ 7.24 ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് എ ബി ഈസ് ഈക്വൽ ടു എ സി. ഇവിടെ രണ്ട് സൈഡുകൾ എ ബി ഈസ് ഈക്വൽ ടു എ സി എന്നുള്ള ഈ ട്രയാങ്കിൾ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് പറയാം. അപ്പോൾ രണ്ട് സൈഡുകളും ഈക്വലായ ട്രയാങ്കിളിനെ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. യു മേ ഒബ്സർവ് ദാറ്റ് ഇൻ ഈച്ച് ട്രയാങ്കിൾ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈ നമ്മൾ ഇവിടെ രണ്ട് സൈഡുകളും ഈക്വലാണെന്ന് നമ്മൾ പറഞ്ഞത്. ഈ ട്രയാങ്കിളിന് രണ്ട് സൈഡുകളും ഈക്വലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളുകളും ഈക്വലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ആംഗിൾ ബി ആംഗിൾ സി എന്നുള്ളത് ഈക്വലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിളുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി എന്നുള്ള ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായ സി എന്നുള്ളതും എ സി എന്ന ലൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ബി എന്ന ആംഗിളും ഈ രണ്ട് ആംഗിളുകളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആൻഡ് ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ഇപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിൽ രണ്ട് സൈഡുകൾ ഈക്വലാണ് നമ്മൾ പറഞ്ഞു. ഈ രണ്ട് സൈഡുകളാണ് എ ബി എന്നുള്ള ഈ സൈഡും എ സി എന്നുള്ള ഈ ഒരു സൈഡുമാണ് ഐസോസെലസ് ട്രയാങ്കിളിൽ ഈ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഈക്വലായ സൈഡുകളുടെയും ഓപ്പോസിറ്റ് ആംഗിളുകളാണ് ബി എന്നുള്ളതും സി എന്നുള്ളതും. എ ബി എന്നുള്ള ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സി എന്നുള്ള ഈ ഒരു ആംഗിളും എ സി എന്നുള്ള ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി എന്നുള്ള ഈ ഒരു ആംഗിളുമാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. വി ആർ ഗിവൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി. നമുക്ക് ഇത് എങ്ങനെയൊന്ന് തെളിയിക്കാം, ഇത് ക്ലിയർ ആണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ നൽകിയിട്ടുണ്ട്. We are given an isosceles triangle ABC in which AB is equal to AC. We need to prove that angle B is equal to angle C. Let us draw the bisector of angle A. Let D be the point of an intersection of this bisector angle A and BC. ഇവിടെ നമ്മൾ ഇതിനൊരു ബൈസെക്ടർ കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ബി എ ഡി എന്നുള്ളൊരു ട്രയാങ്കിളും സി എ ഡി എന്നുള്ളൊരു ട്രയാങ്കിൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
നമുക്ക് തെളിയിക്കാനുള്ളത് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്നുള്ളത് ഈക്വൽ ആണോ എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. എ ബി ഈസ് ഈക്വൽ ടു എ സി ഗിവൺ ആണ്, ഇവിടെ നൽകിയിട്ടുണ്ട് എ ബി ഈസ് ഈക്വൽ ടു എ സി എന്നുള്ളത്. അതുകൊണ്ട് എ ബി ഈസ് ഈക്വൽ ടു എ സി ആണെന്ന് നമുക്ക് ക്ലിയർ ആണ്. ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എ ഡി ബൈ കൺസ്ട്രക്ഷൻ. ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എ ഡി. ഈ ഒരു ആംഗിളും ബി എ ഡി എന്നുള്ള ഈ ആംഗിളും സി എ ഡി എന്നുള്ള ഈ ഒരു ആംഗിളും രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ ഇതിനെ ബൈസെക്ടർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എ ഡി ഈസ് ഈക്വൽ ടു എ ഡി. എ ഡി ഈസ് ഈക്വൽ ടു എ ഡി കോമൺ ആയതുകൊണ്ട് ഇത് രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. സോ ട്രയാങ്കിൾ ബി എ ഡി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ സി എ ഡി ബൈ എസ് എസ് റൂൾ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച എസ് എസ് ക്രൈറ്റീരിയ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. സോ ബൈ ദ സി പി സി ടി റൂൾ കറസ്പോണ്ടിങ് ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി സിൻസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. സി പി സി ടി റൂൾ പ്രകാരം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആണ് എന്ന് നമുക്ക് തെളിയിക്കാം. Theorem 7.3 The sides opposite to equal angles of a triangle are equal. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു തിയറത്തിൻ്റെ അതിൻ്റെ മറ്റൊരു വശമാണിത്. The sides opposite to equal angles of a triangle are equal. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ ആ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും ഈക്വൽ ആയിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരു രണ്ട് ഈക്വലായ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് രണ്ട് ഈക്വലായ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് സൈഡുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിക്കാം. ഇൻ എ ട്രയാങ്കിൾ എ ബി സി ദ ബൈസെക്ടർ ഓഫ് എ ഡി ഓഫ് എ ആംഗിൾ എ ഈസ് എ പെർപെൻഡിക്കുലർ ടു സൈഡ് ബി സി. ഷോ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു എ സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. ട്രയാങ്കിൾ എ ബി സി എന്നൊരു ഐസോസെലസ് ആണ് എന്ന് കാണിക്കണം. ആംഗിൾ എ ഈസ് എ പെർപെൻഡിക്കുലർ ടു സൈഡ് ബി സി. സോ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു എ സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. നമുക്കൊരു ഉദാഹരണം എടുത്ത് പരിശോധിക്കാം. നമ്മളിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി എന്നുള്ളൊരു ട്രയാങ്കിൾ ആയിരുന്നു. എ ഡി ഓഫ് ആംഗിൾ എ എന്നുള്ളതിന് ഒരു എ ഡി ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ടു സൈഡ് ബി സി എന്നുള്ളൊരു സൈഡിലേക്ക് ഉള്ളൊരു ബൈസെക്ടറായിരുന്നു. സോ ഫിഗർ 7.27 നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഷോ ദാറ്റ് എ ബി ഈസ് ഇക്വൽ ടു എ സി. എ ബി ഈസ് ഇക്വൽ ടു എ സി എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. എ ബി ഈസ് ഇക്വൽ ടു എ സി എന്നാകുമ്പോൾ സ്വാഭാവികമായും ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് ഇൻ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി, ഇവിടെ എ ബി ഡി എ സി ഡി രണ്ട് ട്രയാങ്കിളുകളുണ്ട്. ബി എ ഡി ഈസ് ഈക്വൽ ടു സി എ ഡി. ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു സി എ ഡി. ഇത് രണ്ട് ഒരേ ആംഗിളുകളാണ് നമുക്ക് പറയാം. ബൈസെക്ടറാണ്, ഗിവൺ ആണ്, നമുക്ക് ഓക്കെ ആണ്. എ ഡി ഈസ് ഇക്വൽ ടു എ സി. എ ഡി ഈസ് ഇക്വൽ ടു എ ഡി ഈസ് ഇക്വൽ ടു എ ഡി കോമൺ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ഡി ബി ഈസ് ഇക്വൽ ടു ആംഗിൾ എ ഡി സി. എ ഡി ബി എന്നുള്ള ഈ ഒരു ആംഗിളും എ ഡി സി എന്നുള്ള ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. കാരണം 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. സോ ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ എ സി ഡി. അതുകൊണ്ട് എ എസ് എ റൂൾ പ്രകാരം ഇത് രണ്ട് ട്രയാങ്കിളുകളും പരസ്പരം കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു ഈ ഒരു ആംഗിളും ഈക്വലാണ്, ഇത് കോമൺ സൈഡാണ്, ഈ ഒരു ആംഗിളും ഈക്വലാണ്. എ എസ് എ ക്രൈറ്റീരിയ പ്രകാരം ഇത് കോൺഗ്രുവൻ്റ് ആണ്. സോ ബൈ ദ സി പി സി ടി റൂൾ സൈഡ് എ ബി ഈസ് ഇക്വൽ ടു എ സി. അപ്പോൾ സി പി സി ടി റൂൾ പ്രകാരം നമുക്ക് എ ബി ഈസ് ഇക്വൽ ടു എ സി ആണ് എന്ന് നമുക്ക് പറയാം. സോ ട്രയാങ്കിൾ എ ബി സി ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. മറ്റൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഇ ആൻഡ് എഫ് ആർ റെസ്പെക്റ്റീവ്ലി ദ മിഡ് പോയിന്റ്സ് ഓഫ് ഈക്വൽ സൈഡ് എ ബി ആൻഡ് എ സി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. See figure 7.28 to show that BF is equal to CE. E and F are respectively the midpoint of
ഈക്വൽ സൈഡ്സ് എ ബി സി, എ ബി ആൻഡ് എ സി. എ ബി എന്നുള്ള ഈ ഒരു സൈഡിൻ്റെയും എ സി എന്നുള്ള ഈ സൈഡിൻ്റെയും കൃത്യമായ മിഡ് പോയിന്റിലാണ് ഇ എന്നുള്ളതും എഫ് എന്നുള്ള പോയിന്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷോ ദാറ്റ് ബി എഫ് ഈസ് ഈക്വൽ ടു സി ഇ. ബി എഫ് ഈസ് ഈക്വൽ ടു ഈ ഒരു ലൈനും സി എന്നുള്ള ഈ ഒരു ലൈനും ഈക്വലാണ് എന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. സൊല്യൂഷൻ: ഇൻ ട്രയാങ്കിൾ എ ബി എഫ്, ട്രയാങ്കിൾ എ ബി എഫ് എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ ആൻഡ് എ സി ഇ, എ സി ഇ ഈ ഒരു ട്രയാങ്കിളും, രണ്ട് ട്രയാങ്കിളുകളാണ് ഇതിലുള്ളത്. എ സി പറഞ്ഞ ട്രയാങ്കിളും എ ബി എഫ് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളും. എ ബി ഈസ് ഈക്വൽ ടു എ സി, എ ബി ഈസ് ഈക്വൽ ടു എ സി രണ്ടും ഗിവൺ ആണ്, നമുക്ക് നൽകിയതാണ്. എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ് എന്നുള്ളത്. പിന്നെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ, രണ്ടിലും കോമൺ ആയി വരുന്നതാണ് ആംഗിൾ എ. നമ്മൾ എടുക്കുന്നത് ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളുമാണല്ലോ, അതുകൊണ്ട് ഈ ആംഗിൾ എ രണ്ടിലും വരുന്നതുകൊണ്ട് കോമൺ ആണ്. എ എഫ് ഈസ് ഈക്വൽ ടു എ ഇ, എ എഫ് എന്നുള്ളതും എ ഇ ഹാഫ്സ് ഓഫ് ഈക്വൽ സൈഡ്. ഈ നമ്മൾ പറഞ്ഞത് മിഡ് പോയിന്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരേ സൈഡിൻ്റെ ഈക്വൽ സൈഡിൻ്റെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ എ ഇ ഈസ് ഈക്വൽ ടു എ എഫ് ആണ് നമുക്ക് പറയാം. സോ ട്രയാങ്കിൾ എ ബി എഫ്, എ ബി എഫ് എന്നുള്ള ഈ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ടു എ സി, എ സി എന്നുള്ള ഈ ട്രയാങ്കിളിനോട് കോൺഗ്രുവൻ്റ് ആണ് നമുക്ക് പറയാം എസ് എസ് റൂൾ പ്രകാരം. സോ ബൈ ദ സി പി സി റൂൾ ബി എഫ് ഈസ് ഈക്വൽ ടു സി ഇ, കോൺഗ്രുവൻ്റ് ആണ് തുടങ്ങിയതോടു കൂടെ ബി എഫ് ഈസ് ഈക്വൽ ടു സി ഇ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ, ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ഈസ് ഈക്വൽ ടു എ സി, ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ ഡി ബി സി such that B is equal to CD. See figure 7.29 show that AD is equal to AE. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എ ബി സി എന്നുള്ളത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എ ബി ഈസ് ഈക്വൽ ടു എ സി, ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ ബി സി. ഡി എന്നുള്ള ഇ എന്നുള്ള ബി സി എന്നുള്ള ലൈനുമേലുള്ള പോയിന്റുകളാണ്. such that BE is equal to CD, BE is equal to CD. ഇവിടെ തൊട്ട് ബി മുതൽ ഇ വരേക്കുള്ളതും സി മുതൽ ഡി വരേക്കുള്ളത് ഈക്വൽ ആണ്. സോ ദാറ്റ് എ ഡി ഈസ് ഈക്വൽ ടു എ ഇ, എ ഡി ഈസ് ഈക്വൽ ടു എ ഇ ആണ് എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇൻ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി, എ ബി ഡി എന്നുള്ള ഈ ഒരു ട്രയാങ്കിളും എ സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിളും ഇവിടെ എ ബി ഈസ് ഈക്വൽ ടു എ സി, എ ബി എന്നുള്ള ഇത് ഗിവൺ ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ബി ഈസ് ഈക്വൽ ടു എ സി ആണെന്നുള്ളത്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി, ബിയും സിയും ഈക്വൽ ആണ്. കാരണം ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ് ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ആൾസോ ബി ഇ ഈസ് ഈക്വൽ ടു സി ഡി, ബി ഇ എന്നുള്ളതും സി ഡി എന്നുള്ളതും ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു സി ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബി ഇ മൈനസ് ഡി ഇ, ബി ഇയിൽ നിന്നും സി ഡി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതേ ഉത്തരം തന്നെയായിരിക്കും സി ഡി മൈനസ് ഡി ഇ. സി ഡി മൈനസ് ഡി ഇ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. സോ നമുക്ക് പറയാം ബി ഡി ഈസ് ഇക്വൽ ടു സി ഇ, ബി ഡിയും സിയും ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെ ബി മുതൽ ഈ വരേക്കുള്ളതും ഇവിടെ നിന്നുള്ളതും ഇതുവരേക്കുള്ളതും ഈക്വൽ ആണെങ്കിൽ ഇവിടെ മുതൽ സി ഡി മുതൽ ഡി ഇ മൈനസ് ചെയ്താലുള്ള ഉത്തരവും ബി ഇ മുതൽ നിന്നും ഡി ഇ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും ഈക്വൽ ആയിരിക്കും. സോ എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ എ സി. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡി ട്രയാങ്കിൾ എ സിനോട് കോൺഗ്രുവൻ്റ് ആണെന്ന് തുടങ്ങി. This gives EAD is equal to AE. അപ്പോൾ ഇത് CPCT റൂൾ പ്രകാരം EAD is equal to AE ആണെന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.